ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ വൈദികർക്ക് അങ്ങനെ ഒരു ഇത് വരാൻ സമയങ്ങൾ ഒന്നടങ്കം സ്ത്രീകൾ ഒന്നടങ്കം ഞങ്ങൾ രംഗത്തിറങ്ങും. അതാണ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത്. അത് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വിശിഷ്ടമായി കൊണ്ട് നടക്കുന്ന, പരിപാവനമായി കൊണ്ട് നടക്കുന്ന പൂജ്യ വസ്തുക്കൾ ഏറ്റവും നികൃഷ്ടമായ സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ട് നമ്മളെ അവഗണിക്കുമ്പോൾ നമ്മളെ തന്നെ പിച്ച് ചീന്തിയതിന് തുല്യമല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു പോവുക. പ്രിയമുള്ളവരെ, ഒരു തരത്തിൽ ഇതിനെ മറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കാം ക്രിസ്തീയ സഭകളോട് കാണിക്കുന്ന ഈ അവഹേളനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ നാളെ നമ്മളുടെ ഇടവകളിൽ, നമ്മളുടെ സമൂഹത്തിൽ വീടും കിടപ്പാടുമില്ലാത്ത അലയുന്ന അനേകം വ്യക്തികളുണ്ടാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ അഭിമന്യ പിതാവ് പറയുന്ന പോലെ ഉമ്മാക്കി കാട്ടി ഞങ്ങളെ പേടിപ്പിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വ്യാപകമൊന്നും നടക്കുകയില്ല. ഇപ്പോൾ ചെമ്മന്തൊട്ടിയിലും ഇങ്ങനെയുള്ള അക്രമ വിഷയങ്ങൾ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഇന്ന് ഈ ഒരു പ്രക്ഷോഭം ഇവിടെ ഞങ്ങൾ നടത്തുന്നത് ഇതൊരു പ്രത്യേക ഒരു മതവിഭാഗത്തിൻ്റേത് മാത്രമല്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ മുഴുവൻ ഓരോ നോട്ടീസും വന്ന് ഇറങ്ങിക്കൊണ്ട് അത് ചവിട്ടി നിൽക്കുന്ന ഭൂമി സ്വന്തം ഭൂമിയല്ല എന്നുള്ള ഒരു വലിയൊരു ഭീതിയുടെ നിഴലിൽ ആണ് ജനങ്ങളെല്ലാവരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. എൻ്റെ ഉപ്പുപ്പായ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ വെട്ടിപ്പിടിക്കാമെന്ന് ആരെങ്കിലും വ്യാപകിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് ശക്തമായി AKCC കത്തോലിക്ക കോൺഗ്രസ് ചെറുപുഴ ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന മുനമ്പം വിഷയവും ഇന്നലെ ചെമ്പന്തൊട്ടി ഇടവകയിൽ, തലശ്ശേരി അതിരൂപതയിലെ ചെമ്പന്തൊട്ടിയിൽ ഇടവകയിലുണ്ടായ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയുള്ള വലിയ കടന്നുകയറ്റവും ഇന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപുഴ AKCC ഫൊറോനയുടെ ഭാഗമായിട്ട് ചെറുപുഴ ടൗണിൽ കൂടെ ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് വിശ്വാസ പ്രഘോഷണത്തിൻ്റെ ഒരു വലിയ സമര ജ്വാലയാണ് ഇപ്പോൾ കടന്നു പോകാൻ പോകുന്നത്. ഫൊറോന വികാരി നമ്മോടൊപ്പം ചേരുകയാണ്. അച്ഛാ, ഈ വിഷയത്തിൽ ചെറുപുഴ ഫൊറോനയുടെ നിലപാട് എങ്ങനെയാണ്? AKCC എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു? ചെറുപുഴ ഫൊറോന ഇടവകയിലെ മുഴുവൻ വിശ്വാസികളും ഈ ചെമ്മന്തൊട്ടിയിൽ നടന്ന വിശ്വാസത്തിനുള്ള കടന്നുകയറ്റത്തെ ശക്തമായി ഞങ്ങൾ അപലപിക്കുകയാണ്. അതിനോട് ഒട്ടും ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റുകയില്ല. കാരണം ഞങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ. വിശ്വാസത്തിന് വേണ്ടിയിട്ട് മരിക്കാൻ വരെ തയ്യാറായിട്ടുള്ള ഒട്ടനവധി ജനങ്ങൾ ഈ മലബാറിൻ്റെ മലമടക്കുകളിൽ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങളുടെ വിശ്വാസം കൈമുതലായിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തെ മുഴുവൻ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിനെതിരെയുള്ള ഏത് കടന്നുകയറ്റത്തെയും ശക്തമായി പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ഒപ്പം അതിനെ അപലപിക്കുകയും ചെയ്യുന്നു. ഈ വഖഫ് വിഷയത്തിൽ എങ്ങനെയാണ് ക്രൈസ്തവ സഭകളെ ഇതിനെതിരെ പ്രതികരിക്കുന്നു? അപ്പോൾ ഈ വിഷയത്തിൽ അച്ഛൻ്റെ നിലപാട് എങ്ങനെയാണ്? നമുക്കറിയാം, വഖഫ് വിഷയം എന്ന് പറയുന്നത് ഈ നാട്ടില് പണം കൊടുത്ത് നികുതി അടച്ച് ഒരു കാലത്ത് എൻ്റെ സ്വന്തമാണെന്ന് കരുതി ഞാൻ ജീവിച്ചിരുന്ന വീടും സ്ഥലവും നാളെ വന്ന് ഒരാൾ വന്ന് പറയുകയാണ് ഇത് നിങ്ങളുടേതല്ല, ഇത് ഞങ്ങളുടേതാണെന്ന് പറയുമ്പോൾ അത് ആർക്ക് അതിനോട് യോജിക്കാൻ സാധിക്കും? പ്രിയമുള്ളവരെ, നമുക്ക് ഒരിക്കലും അതിനോട് യോജിക്കാൻ. കാരണം നാളിതുവരെ ഞാൻ പണം കൊടുത്ത് വാങ്ങിയ ഭൂമി എൻ്റേതാണെന്ന് കരുതിക്കൊണ്ട് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭൂമിയും വീടും നാളെ വേറൊരു വ്യക്തി വന്ന് പറയുകയാണ് ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ ഇത് കാട്ടുനീതിയാണ്, ഇത് അനീതിയാണ്. ഈ അനീതിക്കെതിരെ പോരാടുക എന്നുള്ളത് ഈ കേരളത്തിലെ ജാതി മത വ്യത്യാസം കൂടാതെ ഒന്നിച്ച് പോരാടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും കടമയുമാണെന്ന് ഞങ്ങളിവിടെ അറിയിക്കുകയാണ്. അതുകൊണ്ട് അതിനെതിരെ പ്രതിഷേധിക്കുവാനും അതിനെതിരെ പോരാടുവാനും മുനമ്പത്തെ നിവാസികൾക്ക് നീതി നടത്തുന്നവരെ ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകും, അവരുടെ ഒപ്പമുണ്ടാകുമെന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ചെറുപുഴ ഫൊറോനയിലെ ഈ മലയോര മേഖലയിലെ മുഴുവൻ വിശ്വാസികളും ഇന്ന് ഈ ചെറുപുഴ ടൗണിൽ അണിനിരന്നിരിക്കുന്നത്. അതുകൊണ്ട് മുനമ്പം നിവാസികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഒപ്പമുണ്ട് ഞങ്ങൾ എന്നാണ് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രതിഷേധ റാലി ഞങ്ങൾ ഇന്നിവിടെ ചെറുപുഴ ടൗണിൽ നടത്തുക. രാഷ്ട്രീയ പാർട്ടികളുടെ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കുക. കത്തോലിക്ക കോൺഗ്രസ് സിന്ദാബാദ്, കത്തോലിക്ക കോൺഗ്രസ് സിന്ദാബാദ്. മുനമ്പൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. വഖഫ് ആക്ട് വിളിച്ചെഴുതുക.
ഈ മുനമ്പം പ്രശ്നത്തിനെതിരെയും അതുപോലെ തന്നെ ചെമ്മന്തൊട്ടിയിൽ നടന്നിട്ടുള്ള പ്രശ്നത്തിനെതിരെയും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് സങ്കടപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. ഏത് മതത്തിൽപ്പെട്ടവർക്കാണെങ്കിലും ആ മതത്തിൻ്റേതായിട്ടുള്ള വസ്തുക്കളെ പൂജ്യമായിട്ട് കാണുകയും അത്ര ബഹുമാനിക്കുകയും ചെയ്യുന്ന, മതങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായതാണെങ്കിലും അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. കാരണം നമ്മൾ പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുന്നതിന് ആ ഒരു പരിഗണന കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ച് ആ ഒരു പരിഗണന കിട്ടാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും വേദനിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം അതുപോലെ തന്നെ ജീവിക്കാനുള്ള ഒരു സമരമാണിത്. കാരണം നമുക്ക് സ്വന്തമായിട്ട് അവകാശപ്പെട്ടിട്ടുള്ള സ്ഥലം, കുറേ നാൾ നമ്മൾ ജീവിച്ച് വന്നിരിക്കുന്ന ആ ഒരു സ്ഥലത്തെ അവിടുന്ന് നമ്മളെ ഇറക്കി വിടുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും സഹിക്കാൻ കഴിയുന്ന ഒരവസ്ഥയല്ല. അത് നമുക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ ഒരുപാട് വേദനിക്കും. അതുകൊണ്ട് തന്നെ ആ സഹോദരങ്ങളുടെ ഒപ്പം ചേർന്നുകൊണ്ട് പ്രതികരിക്കാനാണ് ഞങ്ങൾ ഓരോരുത്തരും തീരുമാനിച്ചിരിക്കുന്നത്. മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ചെമ്മന്തൊട്ടിയിലെ ആ അനിഷ്ട സംഭവങ്ങൾക്ക് എതിരെയായിട്ട് നമ്മൾ ഇന്നിവിടെ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ വഖഫ് നിയമവും ഇതുപോലെയുള്ള ക്രൈസ്തവർക്ക് എതിരെ നേരിടുന്ന പീഡനങ്ങളും മാറ്റിയെഴുതപ്പെടേണ്ടതല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1947 സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുക, ശരിക്കും വഖഫിനാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. നമ്മളിപ്പോഴും വഖഫിൻ്റെ അടിമയാണോ ഇന്ത്യയിൽ? എന്ത് സ്വാതന്ത്ര്യമാണ് നമുക്ക്? മുൻപത്തെ ജനത, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, അവർ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കടലിൽ പോയിട്ട് മത്സ്യങ്ങളെ കൊണ്ടുവന്നാണ് അവർ ജീവിക്കുന്നത്. അവർ കാശ് കൊടുത്ത ഭൂമിയാണ് ഇപ്പം വഖഫിൻ്റെ ആണെന്ന് പറയുന്നത്. എന്ത് ന്യായമാണിത്? അതുകൊണ്ട് വഖഫ് ഓർത്തുകൊള്ളുക, ഇത് നിങ്ങളുടേതല്ല എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ്. ഇത് ഞങ്ങളുടേതാണ് എന്നുള്ള ഉറക്കെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ അവകാശവാദം ഞങ്ങൾ പൊളിച്ചെഴുതും. തീർച്ചയാണ്, അതിന് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വഖഫിന്റെ അവകാശവാദങ്ങൾ പൊളിച്ചെഴുതിക്കൊണ്ട് ഈ നാടിന് നീതി നടപ്പിലാക്കുമെന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഈ ചെറുപുഴ ടൗണിനെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഈ ചെറുപുഴയിലെ മലയോര മേഖലയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. വഖഫിന്റെ നിയമ നടപടികൾ നിർത്തലാക്കിയില്ലെങ്കിൽ തീർച്ചയായും ഈ സമരം ഇവിടം കൊണ്ട് അവസാനിക്കുകയില്ല. അതുകൊണ്ട് സൂക്ഷിക്കുക വഖഫേ, ഞങ്ങൾ വെറുതെ ഇരിക്കുകയില്ല. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പോരാടും. ഞങ്ങൾ അവർക്ക് വേണ്ടി ഞങ്ങൾ ജീവിതം പണയം വെക്കാൻ തയ്യാറാണ്. കത്തോലിക്കാ സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശ്വാസത്തിന് വേണ്ടി, ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി, ഞങ്ങളുടെ സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ എന്നും പോരാടിയിട്ടുണ്ട്. അതിന് ജീവൻ പണയം കൊടുത്ത അനേകം രക്തസാക്ഷികളുടെ ചരിത്രം ഞങ്ങളുടെ മതത്തിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് വഖഫിന് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ഓർക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ, അതിനു മുമ്പേ തന്നെ ഇത് സമാധാനപരമായിട്ട് ഞങ്ങളുടെ ഭരണകർത്താക്കൾ ഇടപെട്ട് പ്രവർത്തിച്ചേ പറ്റൂ എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അല്ല എങ്കിൽ ഞങ്ങൾ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയില്ല. ഞങ്ങൾ ഇതിനെതിരെ പോരാടും, മരണം വരെ ഞങ്ങൾ പോരാടുമെന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ള, എത്രയോ ആവേശത്തോടു കൂടിയാണ് ഈ ചെറുപുഴ മലയോര നിവാസികൾ ഈ വഖഫിനെതിരെയുള്ള ഈ ഐക്യദാർഢ്യ റാലിയിൽ, അല്ലെങ്കിൽ മുനമ്പം നിവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഐക്യദാർഢ്യ റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ശക്തമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ 4 മണിക്ക് ഇവിടെ ഇറങ്ങി വന്നത്. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകർത്താക്കൾ സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ട് പോരാടിയാൽ ഈ പാവപ്പെട്ട മനുഷ്യര് ഈ തെരുവിലിറക്കേണ്ട അവസ്ഥയുണ്ടാകുമായിരുന്നു? ഒരിക്കലും ഉണ്ടാകുകയില്ല. ഇവിടുത്തെ 140 MLA-മാരും ഒന്നിച്ച് കൈപൊക്കിയില്ലേ കേന്ദ്രം നിയമം പാസ്സാക്കാൻ വേണ്ടി, വഖഫിനെതിരെ നിയമം പാസ്സാക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഒരു മതത്തിന് വേണ്ടി മാത്രം നിന്നില്ലേ? പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ തിരിച്ചറിയുക, നമ്മളെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും നമ്മളെ രക്ഷിക്കുകയില്ല. നമ്മൾ മാത്രമാണ് നമ്മുടെ രക്ഷ എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അച്ഛാ, ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു? 2 വിഷയങ്ങൾ ഒരുമിച്ച് നമ്മുടെ മുൻപിൽ വന്നിരിക്കുകയാണ്. രണ്ടും ക്രൈസ്തവ അവഹേളനമാണ്. ക്രൈസ്തവർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറമുള്ള ഒരു കടന്നുകയറ്റമാണ്. ചെമ്പന്തൊട്ടി നടന്ന ക്രൈസ്തവരെ അവഹേളിക്കുന്ന തരത്തിൽ നടന്ന പ്രവൃത്തി ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. പ്രത്യേകിച്ച് ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ എല്ലാ മതങ്ങൾക്കും തുല്യ സ്ഥാനമാണുള്ളത്. അപ്രകാരമായിരിക്കുന്ന ഒരു രാജ്യത്ത് ഒരു പ്രത്യേക മതത്തെ അവഹേളിച്ചുകൊണ്ടുള്ള പ്രവൃത്തി ഒരു തരത്തിലും നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് ന്യായീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. അത് ശക്തമായ രീതിയിൽ AKCC ചെറുപുഴ യൂണിറ്റ് അപലപിക്കുന്നു. നമ്മൾ ഇന്ന് കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് വഖഫ് പ്രശ്നമാണ്. തങ്ങളുടേതാണ് ഭൂമിയെന്ന് അവകാശപ്പെട്ട് കഴിഞ്ഞാൽ
പ്രത്യേകിച്ച് രേഖകളൊന്നുമില്ലാതെ കൈവശമാക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ ഉള്ളത്. വൺസ് വക്കഫ് ഓൾവേസ് വക്കഫ് എന്നുള്ള നിയമമാണ്. അതുകൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഈ രാജ്യത്ത്, പ്രത്യേകിച്ച് ഈ നിയമസഭയിൽ 140 MLA ഇതിന് കൊടി പിടിച്ചു എന്നുള്ളത് ഏറ്റവും അപലപനീയമാണ്. പ്രത്യേകിച്ച് ഇന്നലെ ഒരു MP കേന്ദ്രം വഖഫിൻ ഭേദഗതി വരുത്താനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ അതിനെതിരെ ഉള്ള ഒരു പരിപാടിയിൽ ഒരു സമുദായത്തെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം പങ്കെടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ വ്യവസ്ഥകളെല്ലാം കണ്ടുകൊണ്ടാണ് ഇന്നത്തെ കേരളീയരായിട്ടുള്ള ആളുകൾ മുന്നോട്ട് പോവുക. ഇത് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്.